നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജൂലൈ 27 ഞായർ 2025 വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടങ്ങൾ. വിവിധ അപകടങ്ങളിൽ 4 പേർ മരിച്ചു. കണ്ണൂർ കൂത്തുപറമ്പിൽ വീടിന് മുകളിൽ മരം വീണ് വയോധികൻ മരിച്ചു. ചൂട്ടാട് അഴിമുഖത്ത് ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായി. ഇടുക്കിയിൽ മരം വീണ് തോട്ടം തൊഴിലാളിയായ മധ്യവയസ്കയും മരിച്ചു. മൂന്നാറിലുണ്ടായ മണ്ണിടിച്ചിൽ നിർത്തിയിട്ട ലോറിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണാണ് ഒരാൾ മരിച്ചത്. നിരവധി പ്രദേശങ്ങളിൽ വീടിന് മുകളിലേക്ക് മരമൊടിഞ്ഞ് വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി. എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ തുടരുമെന്ന സാഹചര്യം നിലവിലുള്ളതിനാൽ മലയോര പ്രദേശങ്ങളിലൂടെയുള്ള രാത്രികാല യാത്ര നിരോധിച്ചതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ആലുവാപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. ഇന്നലെ രാവിലെ മുതൽ നഗരത്തിൽ പെയ്യുന്ന കനത്ത മഴയ്ക്ക് പുറമെ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ കൂടി തുറന്നൂടെ ആലുവാപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട് 9 പഞ്ചായത്തുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ എന്നിവയുടെ പ്രവർത്തനം നിരോധിച്ചു. മാനന്തവാടി, വൈത്തിരി താലൂക്കുകളിലെ പഞ്ചായത്തുകളിലാണ് നിരോധനം. മുണ്ടക്കൈ ചുരൽമല ദുരന്ത പ്രദേശത്ത് നോ ഗോ സോൺ മേഖലയിലേക്കുള്ള പ്രവേശനം നിർത്തിവെച്ചു. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ഒരു അറിയിപ്പുണ്ടാകുന്നവരെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടാകില്ല. ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രി യാത്ര പൂർണ്ണമായും നിരോധിച്ചു. ആലപ്പുഴ ആറാട്ടുപുഴ പെരുമ്പള്ളിയിൽ കടലാക്രമണം. ഒരു വീട് തകർന്നു. 30ഓളം വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിൽ പുഴ കരകവിഞ്ഞൊഴുകി. പേഴുംപാറ ചാത്തമംഗലം റോഡിൽ വെള്ളം കയറി. റോഡിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാലോട് രവി രാജിവെച്ചു. വിവാദ ഫോൺ സംഭാഷണത്തിലാണ് രാജി. പകരം ചുമതല ആർക്കും നൽകിയിട്ടില്ല. പാലോട് രവി സമർപ്പിച്ച രാജി സ്വീകരിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പ്രഥമദൃഷ്ട്യാൽ ബോധ്യപ്പെട്ടതിൽ വിവാദ ഫോൺ സംഭാഷണം പുറത്തുവിട്ട വാമനാപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A. ജലീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയതായി സണ്ണി ജോസഫ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ രൂക്ഷ വിമർശനവും അധിക്ഷേപവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. VD സതീശൻ ഈഴവ വിരോധിയാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ സതീശൻ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നേതാവാണെന്നും പരിഹസിച്ചു. മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ പരിഗണന ലഭിക്കുന്നുവെന്ന ആരോപണം വെള്ളാപ്പള്ളി വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ സെൻട്രൽ ജയിലിലെ ജീവനക്കാരുടെ കുറവ് പ്രധാന കാരണമായെന്ന് ജയിലിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി. പല ഡ്യൂട്ടികൾ ചെയ്യേണ്ടി വരുന്നതിൽ ശ്രദ്ധക്കുറവുണ്ടായെന്ന് അന്വേഷണ സംഘത്തോട് ഉദ്യോഗസ്ഥർ വിവരിച്ചു. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ യഥേഷ്ടം കിട്ടുന്നുണ്ടെന്ന ഗോവിന്ദച്ചാമിയുടെ മൊഴിയിലും കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണം തുടങ്ങി. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ യൂണിയൻ നിലനിർത്തി UDSF. എല്ലാ ജനറൽ സീറ്റും UDSFന് ലഭിച്ചു. ഷിഫാന PK ആണ് ചെയർപേഴ്സൺ. വർഷങ്ങൾക്ക് ശേഷമാണ് MSFന് ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കുന്നത്. 5 ജനറൽ സീറ്റിൽ 4 സീറ്റ് MSFനും 1 സീറ്റ് KSUവിനും ലഭിച്ചു. മനുഷ്യവിസർജ്ജനം അടങ്ങിയ മാലിന്യം ടാങ്കർ ലോറി ഉപയോഗിച്ച് പൊതുസ്ഥലത്ത് തള്ളിയ കേസിൽ 2 പേരെ മാരാരിക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചേർത്തല ദേശീയപാതയിൽ ഓട്ടോക്കാസിന് സമീപം കഴിഞ്ഞ ദിവസം വെളുപ്പിന് 5:45ഓടെയാണ് ടാങ്കർ ലോറിയിൽ ശേഖരിച്ച മാലിന്യം തള്ളിയ കേസിലാണ് നടപടി. കാനഡയിൽ ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ചിനെ തുടർന്ന് മരിച്ച തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഇന്നലെ രാവിലെ 8:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. കനത്ത മഴയെ തുടർന്ന് കൊച്ചിയിൽ ഇറങ്ങാൻ കഴിയാത്ത 3 വിമാനങ്ങൾ സമീപ വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. രാവിലെ 11:15 മുംബൈയിൽ നിന്നെത്തിയ ആകാശ എയർ വിമാനം, 11:45 അഗതിയിൽ എത്തിയ അയർലൻഡ്സ് വിമാനം, 12:50 മുംബൈയിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനം എന്നിവയാണ് തിരിച്ചുവിട്ടത്. സ്കൂളുകളിൽ സുരക്ഷാ പരിശോധന നിർബന്ധമാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ദേശീയ സുരക്ഷാ നിർദ്ദേശങ്ങളും ദുരന്ത നിവാരണ മാർഗ്ഗനിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള സുരക്ഷാ പരിശോധനകൾ കർശനമാക്കണമെന്നാണ് നിർദ്ദേശം. രാജസ്ഥാനിലെ ജലാവറിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന് 7 കുട്ടികൾ മരിക്കാനിടയ സംഭവത്തിന് പിന്നാലെയാണ് കേന്ദ്ര നിർദ്ദേശം. കേരള ടൂറിസ്റ്റിന്റെ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ ഇന്ന് സമാപിക്കും. കോടഞ്ചേരി പഞ്ചായത്തിലെ പുലിക്കയത്ത് ആരംഭിച്ച 3 ദിവസത്തെ ഫെസ്റ്റിവലിന് പുല്ലുരാംപാറയിലാണ് സമാപനം കുറിക്കുക. തീവണ്ടി ഇറങ്ങി റെയിൽവേ പാളം കുറിച്ചു കിടക്കുന്നതിനിടെ മറ്റൊരു തീവണ്ടി ഇടിച്ച് BTech വിദ്യാർത്ഥിനിക്ക് ദാരുണ്യാന്ത്യം. വള്ളിക്കുന്ന് നോർത്ത് ഒഴുകിൽ തട്ടയൂർ ഇല്ലത്ത് ശ്രേയസ് വീട്ടിൽ രാജേഷിന്റെ മകൾ സൂര്യ രാജേഷ് ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോഴിക്കോട് മാറാട് ഭർത്ത് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഷിംനയുടെ ബന്ധുക്കൾ ഭർത്താവിനെതിരെ ആരോപണവുമായി രംഗത്ത്. ഷിംനയെ ഭർത്താവ് മദ്യപിച്ച് നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്നും ഷിംനയുടെ അമ്മാവൻ രാജു പറഞ്ഞു. പലതവണ ബന്ധം ഉപേക്ഷിക്കാൻ ഷിംനയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. കണ്ണൂർ പാലക്കോട് ചൂട്ടാട് അഴിമുഖത്ത് ഫൈബർ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കന്യാകുമാരി സ്വദേശി ആന്റണിയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ 9 പേരുമായി മീൻ പിടിക്കാൻ പോയ ഫൈബർ ബോട്ട് വൈകിട്ട് 3 മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത്. തിരികെ എത്തുമ്പോൾ അഴിമുഖത്തെ മണൽത്തിട്ടയിൽ ഇടിച്ച് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു.
ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് പ്രതിമാസം 3500 രൂപയാക്കി ഉയർത്തി കേന്ദ്ര സർക്കാർ വാക്കുപാലിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് യൂത്ത് കോൺഗ്രസിലെ 2 മണ്ഡലം പ്രസിഡന്റുമാരെയും 14 നിയോജകമണ്ഡലം ഭാരവാഹികളെയും സസ്പെൻഡ് ചെയ്തതായി സംസ്ഥാന നേതൃത്വം അറിയിച്ചു. ബജ്രംഗദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ചണ്ഡീഗഡിലെ ദുർഗിൽ അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകളെ റിമാൻഡ് ചെയ്തു. ജോലി ചെയ്ത മുഴുവൻ തുകയും ലഭിക്കാതെ വന്നതിനെ തുടർന്ന് പെയിന്റിംഗ് തൊഴിലാളി ആത്മഹത്യ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കക്കട്ട്, കൈവേലി, കുമ്പളച്ചോല സ്വദേശി താറോൽ വിജിത്താണ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:15 പൂവത്തിങ്കൽ മുഹമ്മദ് എന്നയാളുടെ വീടിന് മുമ്പിൽ വെച്ചാണ് ദാരുണ സംഭവമുണ്ടായത്. സംഭവത്തിൽ കുറ്റ്യാടി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. കേരളത്തിലേക്ക് MDMA എത്തിക്കുന്ന യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. സുൽത്താൻ ബത്തേരി സ്വദേശി പ്രഷീന, കോഴിക്കോട് കുരുവട്ടൂർ സ്വദേശി ഷാജിൽ എന്നിവരാണ് പിടിയിലായത്. ഇരുവരും ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് MDMA എത്തിക്കുന്ന കരിയർമാരാണെന്ന് പോലീസ് പറഞ്ഞു. MDMAയുമായി പിടിയിലായ പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്ദമംഗലം പോലീസാണ് ഇരുവരെയും പിടികൂടിയത്. എറണാകുളത്ത് സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. തേവര SH കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി കൊച്ചി TD റോഡിൽ താമസിക്കുന്ന ഗോവിന്ദ് സുധീന്ദ്രനാഥ ഷേണായിയാണ് മരിച്ചത്. ഏരൂർ റൂട്ടിലോടുന്ന നന്ദനം എന്ന ബസ്സാണ് വിദ്യാർത്ഥിയെ ഇടിച്ചത്. മുംബൈ പൂനെ എക്സ്പ്രസിലുണ്ടായ കൂട്ടിയിടിയിൽ തകർന്ന് 20ഓളം വാഹനങ്ങൾ. കണ്ടെയ്നർ ട്രെയിലർ ട്രക്ക് നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത്. ട്രക്ക് മുന്നിൽ പോയ വാഹനങ്ങൾ ഇടിക്കുകയും തുടർന്ന് വാഹനങ്ങൾ പലതും തമ്മിൽ കൂട്ടിയിടിക്കുകയുമായിരുന്നു. അപകടത്തിൽ ഒരാൾ മരിക്കുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബീഹാറിൽ നിതീഷ് കുമാർ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനെതിരെ ആഞ്ഞടിച്ച കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടി നേതാവുമായ ചിരാഗ് പാസ്വാൻ. റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ തുടർച്ചയായ 3ാം ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന തുടരുന്നു. 3 ദിവസമായി തുടർന്ന റെയ്ഡിൽ പലയിടങ്ങളിൽ നിന്നായി നിരവധി രേഖകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കണ്ടെടുത്തായാണ് റിപ്പോർട്ടുകൾ. ബീഹാറിൽ ഹോംഗാർഡ് റിക്രൂട്ടത്തെ തളർന്നു വീണ യുവതിയെ ഓടിക്കൊണ്ടിരുന്ന ആംബുലൻസ് വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തെന്ന് പരാതി. ബീഹാറിലെ ഗയ ജില്ലയിൽ വ്യാഴാഴ്ചയായിരുന്നു ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത്. തിരക്കേറിയ ദേശീയപാതയിലേക്ക് കുത്തനെ വീണ ചെറുവിമാനം പൊട്ടിത്തെറിച്ചു. പൈലറ്റും ഒപ്പമുണ്ടായിരുന്ന ആൾക്കും ദാരുണാന്ത്യം. ദേശീയപാതയിലുണ്ടായിരുന്ന വാഹനങ്ങൾക്ക് അഗ്നിപാതയിൽ തകരാറുണ്ടായി. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇറ്റലിയിലെ ബ്രസീലിലെ അസാനോ മെല്ല എന്നയിടത്തെ കോഡാമുല്ലോ മോട്ടോർവേയിലാണ് ചെറുവിമാനം മൂക്കും കുത്തി വീണ് കത്തി നശിച്ചത്. പാലസ്തീൻ വിഷയത്തിൽ നിർണായക തീരുമാനമായി ഫ്രാൻസ്. സ്വതന്ത്ര പാലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്നതായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചു. തീരുമാനത്തെ സൗദി അറേബ്യ സ്വാഗതം ചെയ്യുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ലൈസൻസ് ഇല്ലാത്ത വെടിക്കോപ്പുകളും മദ്യവും കൈവശം വെച്ച എയർലൈൻ ജീവനക്കാരായ ഡോക്ടറും പൈലറ്റും കുവൈറ്റിൽ അറസ്റ്റിൽ. കുറ്റകൃത്യങ്ങൾ തടയുന്നുള്ള നിരന്തരമായ സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായാണ് ആഭ്യന്തര മന്ത്രാലയം 2 പേരെ അറസ്റ്റ് ചെയ്തത്. നിരവധി കേസുകൾ പിടികിട്ടാപ്പുള്ളിയായ 2 കൊടും കുറ്റവാളികളെ ഫ്രാൻസ് അധികൃതർക്ക് കൈമാറി ദുബൈ പോലീസ്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് 2 പേരും ദുബൈ പോലീസിന്റെ പിടിയിലാവുന്നത്. തട്ടിപ്പും മയക്കുമരുന്ന് കള്ളക്കടത്തും ഉൾപ്പെടെ കേസുകൾ പ്രതിയായ ഈ 2 പേർക്കെതിരെയും ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഹമാസ് UN സഹായം മോഷ്ടിക്കുന്നു എന്ന ആരോപണത്തിൽ തെളിവില്ലെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.